18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിലും പാശ്ചാത്യ യൂറോപ്പിൽ ദേശീയത എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും 2 തരം വിഭാഗങ്ങളാണുള്ളത്. ഒന്നിനെ നമ്മൾ ഫ്രാൻസുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഒന്നിനെ നമ്മൾ ജർമ്മനിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിലെ ഈ ഫ്രഞ്ച് ദേശീയത യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഫ്രഞ്ച് ദേശീയതയുടെ അറ്റ്ലീസ്റ്റ് അവരത് പറയുന്നതനുസരിച്ച് ആർക്കും ഫ്രഞ്ചുകാരനാകാം എന്നാണ് അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള പോയിൻ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരനായിക്കോട്ടെ വെളുത്ത വർഗ്ഗക്കാരനായിക്കോട്ടെ, നിങ്ങൾ ഭൂമിയിൽ എവിടെ തന്നെ ജീവിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഫ്രഞ്ചുകാരനാകാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അറിയപ്പെടുന്ന ഒരു ആൻറ്റി കൊളോണിയൽ ചിന്തകനാണ് ഫ്രാൻസ് ഫനോ. അദ്ദേഹം ഫ്രഞ്ച് അക്കാഡമി ഓഫ് ലെറ്റേഴ്സിലെ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ട്രെയിനിലുള്ള ഒരുപക്ഷെ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന അയാൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയ കുട്ടി അമ്മയോട് പറയുന്നു, നോക്കൂ ഒരു കറുത്ത വർഗ്ഗക്കാരൻ. അപ്പോൾ അതിൽ നിന്നാണ് ഫ്രാൻസ് ഫനോ കറുത്ത വർഗ്ഗക്കാരൻ ഒരിക്കലും വെളുത്ത വർഗ്ഗക്കാരൻ്റെ സമമാവാൻ കഴിയില്ല എന്നുള്ള ആ ഒരു തിയറി കൊണ്ടുവരുന്നത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ നിമിഷം വരെ ഫനോൻ്റെ മനസ്സിൽ തന്നെ അദ്ദേഹം പൂർണ്ണമായും ഒരു ഫ്രഞ്ചുകാരനാണെന്നുള്ളതാണ്. കാരണം ഫ്രാൻസ് മുന്നോട്ട് വെച്ച ദേശീയത എന്നുള്ള കാഴ്ചപ്പാട് ലോകത്ത് ഉള്ള എല്ലാവർക്കും ചില പ്രത്യേക മൂല്യങ്ങൾ പഠിക്കുന്നത് വഴി ഒരു ഫ്രഞ്ചുകാരനാകാം എന്നുള്ളതാണ്. പ്രത്യേക ഭക്ഷണം കഴിക്കുന്നത് വഴി, പ്രത്യേക രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് വഴി, പ്രത്യേക ആശയങ്ങൾ സ്വായത്തമാക്കുന്നത് വഴി. അപ്പോൾ നിങ്ങളുടെ വർഗം എന്നുള്ളത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയതയുടെ ഒരു ഘടകം അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഏത് ഭാഗത്താണ് എന്നുള്ളത് ദേശീയതയുടെ ഒരു ഘടകം അല്ല. അതാണ് ഫ്രഞ്ച് ദേശീയത. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ടാണ് ജർമ്മൻ ദേശീയത വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിന്ന് അങ്ങോട്ട് ഫ്രാൻസാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി, ഏറ്റവും വലിയ സാംസ്കാരിക ശക്തി. റഷ്യ മുതൽ ഫ്രാൻസ് വരെ എല്ലാ കൊട്ടാരങ്ങളിലും എല്ലാ ഗവൺമെൻറ്റുകളിലെയും ഉന്നത സ്ഥാനത്തുള്ളവർ ഫ്രഞ്ചിൽ സംസാരിക്കുന്ന ഒരു കാലമാണ് 18-ാം നൂറ്റാണ്ട്. റഷ്യൻ കോർട്ടിൽ വരെ അവർ സംസാരിക്കുന്നത് ഫ്രഞ്ചിലാണ്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഫ്രഞ്ച് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് 18-ാം നൂറ്റാണ്ട്. ആ സമയത്ത് അന്ന് ജർമ്മനി ഇല്ല. ആ സമയത്ത് പിന്നീട് ജർമ്മനി ആകുന്ന പ്രദേശങ്ങൾ പക്ഷെ അന്നും ജർമ്മൻ സംസാരിക്കുന്ന പ്രദേശങ്ങളാണ് എന്ന് മാത്രമല്ല, ജർമ്മൻ സ്റ്റേറ്റ് ഇല്ലെങ്കിലും ജർമ്മൻ ദേശീയത എന്ന് പറഞ്ഞ ഒന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധം ചില ജർമ്മൻ ബുദ്ധിജീവികളെങ്കിലും പങ്കുവച്ചിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഹേർഡർ മുന്നോട്ട് വെക്കുന്ന, ഇതാണ് ശരിക്കും ഈ റൊമാൻറ്റിസിസം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ തുടക്കം. ഹേർഡർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും മനുഷ്യന്മാരാണെങ്കിലും ലോകത്ത് ഓരോ ഭാഷ സംസാരിക്കുന്നവരും ഫണ്ടമെൻ്റലി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫ്രഞ്ച് ദേശീയത നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമ്മളത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് കരുതുമെങ്കിലും അത് തന്നെ അവരൊരു ഇവല്യൂഷണറി സ്കെയിലാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്നത് ഫ്രഞ്ച് ദേശീയത. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരൻ അവൻ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയാൽ ഇങ്ങോട്ട് എത്തും, പക്ഷേ ഇപ്പോൾ അവൻ അവിടെയാണ്. അപ്പോൾ അവൻ ഫ്രഞ്ച് പഠിക്കണം, അവൻ പ്രത്യേക രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം, പ്രത്യേക രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പഠിക്കണം, ഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ എത്തുന്നത് വരെ അവൻ പിന്നിലെവിടെയോ ആണ്. ജർമ്മൻ ദേശീയത ഇതിനെതിരെയാണ് സംസാരിക്കുന്നത്. ജർമ്മൻ ദേശീയത പറയുന്നത്, ജർമ്മൻ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നും ഫണ്ടമെൻ്റലി
വ്യത്യസ്തമാണ്. അവർ രണ്ടാളും ഒരേ മനുഷ്യന്മാരല്ല. ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ലോകത്തുള്ള ഒരു മനുഷ്യന്മാരും ഒരു പ്രത്യേക സ്കെയിലിൽ പല സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരല്ല. മറിച്ച് ഓരോ ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗവും അവരുടേതായിട്ടുള്ളൊരു റിയാലിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹെർഡറിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ചോര എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഭാഷയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭാഷ വെറുതെ ഉണ്ടാകുന്നതല്ല. ഒരു ഭാഷ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ക്ലൈമറ്റിൽ, ഒരു പ്രത്യേക മണ്ണിൽ, ഒരു പ്രത്യേക തരം ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഭാഷ ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് തന്നെ ആ ഭാഷ മാതൃഭാഷയായിട്ടുള്ള ആൾ ഒരിക്കലും മറ്റൊരു ഭാഷ മാതൃഭാഷയായിട്ടുള്ള ആളിനെ പോലെയല്ല. ഇതുകൊണ്ട് തന്നെ ഒരിക്കലും ജർമ്മൻ ഭാഷ മാതൃഭാഷയല്ലാത്ത ഒരാൾക്ക് ഒരു ജർമ്മൻ ദേശത്തിൻ്റെ ഭാഗമാവാൻ സാധിക്കില്ല. ഇതാണ് ജർമ്മൻ ദേശീയത. അപ്പോൾ ഒന്ന് ഫ്രഞ്ച് ദേശീയത, ഒരു ഇവല്യൂഷണറി സ്കെയിലുണ്ട്, പക്ഷേ എല്ലാവർക്കും എത്തിപ്പെടാമെന്ന് പറയുന്ന ഒരു ദേശീയത. മറ്റൊന്ന് ജർമ്മൻ ദേശീയത, അങ്ങനെ ഒരു സ്കെയിലില്ല, എല്ലാ ജനവിഭാഗങ്ങളും വേറിട്ട ജനവിഭാഗങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് മറ്റൊന്ന് ആവുക സാധ്യമല്ല. ഇതാണ് ഈ രണ്ട് ദേശീയതയാണ്. ഈ രണ്ട് ദേശീയതയിലും അപ്പോൾ സ്വാഭാവികമായിട്ടും ജർമ്മനിയുടെ തന്നെ ആ ചരിത്രം, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, അതിലുണ്ടായ പരാജയങ്ങൾ, അപ്പോൾ തീർച്ചയായും ഈ അവരുടെ ദേശീയതയുടെ അടിസ്ഥാനം ഇപ്പോഴും ഈ ഭാഷയിലുള്ള ഊന്നലാണെങ്കിലും മാതൃഭാഷ അല്ലാത്ത ആൾക്കാർക്ക് ഈ ഭാഷ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കല്പം ഇപ്പോഴില്ല. അപ്പോൾ ജർമ്മനിയിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒരുപാട് പേരെ ഗസ്റ്റ് വർക്കേഴ്സ് എന്ന, അതൊരു ടെക്നിക്കൽ ടേമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന പോലെയല്ല. കേരള സർക്കാർ ഗസ്റ്റ് വർക്കർ എന്ന് പറയുന്ന പോലെയല്ല ആ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഗസ്റ്റ് വർക്കർ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവർക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടെന്നാണ്. ആ കോൺട്രാക്റ്റ് പ്രകാരം അവരിവിടെ ഗസ്റ്റായിട്ട് വരുന്നു, ഒരു പ്രത്യേക പണി പൂർത്തിയായതിനു ശേഷം അവർ തിരിച്ചു പോകണം. അങ്ങനെ തുർക്കിക്കാർ കുറേ വരുന്നു ജർമ്മനിയിലേക്ക്. തിരിച്ചു പോയിട്ടും പലരും തിരിച്ചു പോകുന്നില്ല, പലരും തിരിച്ചു പോയിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ പോവുകയാണെങ്കിൽ ഒരു വലിയ ഒരു ടർക്കിഷ് ഒറിജിനിലുള്ള ഒരു വലിയൊരു ജനസംഖ്യ ജർമ്മനിയിലുണ്ട്. നമ്മൾ ബെർലിനിലൊക്കെ പോവുകയാണെങ്കിൽ ചില സ്ഥലങ്ങളെല്ലാം മൊത്തമായിട്ട് തന്നെ എല്ലാ കടകളും എല്ലാം തുർക്കിക്കാരുടെയോ അല്ലെങ്കിൽ കുർദ് ജനവിഭാഗങ്ങളുടെയോ ഒക്കെയാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇന്ന് അവിടെയുള്ള ജർമ്മൻ ദേശീയവാദികൾ പലപ്പോഴും ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്രയും കാലമായിട്ട് ജർമ്മൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജർമ്മൻ സംസാരിക്കാൻ പഠിക്കാത്തിടത്തോളം കാലം അവർക്ക് നമ്മുടെ ദേശീയതയുടെ ഭാഗം ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ ഗൾഫിലേക്ക് വരികയാണ്. ഇതിൽ രണ്ടിലും, അത് ഫ്രഞ്ച് ദേശീയതയാണെങ്കിലും ജർമ്മൻ ദേശീയതയാണെങ്കിലും, ഈ രണ്ട് ദേശീയതയുടെയും അടിസ്ഥാനം അസിമിലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം വിട്ട് മറ്റൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ചേരുക. അതിനാണ് അസിമിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഫ്രഞ്ച് ദേശീയതയാണെങ്കിലും ജർമ്മൻ ദേശീയതയാണെങ്കിലും അവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന അവരുടെ ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുറമേ നിന്ന് വന്നവർ അവരുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരണം എന്നുള്ളതാണ്. ഈ ഒരു ദേശീയതയുടെ ആ ഒരു ഹെജിമണി, ആ ഒരു ചിന്താധാരയുടെ അപ്രമാദിത്വം കാരണം നമ്മൾ പലപ്പോഴും മൈഗ്രേഷനെ കുറിച്ച് ആരൊക്കെ പഠിക്കുന്നു അവരൊക്കെ, അതായത് ഞാൻ പറയുന്നത് ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാടിൽ നിന്ന് മൈഗ്രേഷനെ കുറിച്ച് ആരൊക്കെ പഠിക്കുന്നു അവരൊക്കെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ അസിമിലേഷൻ, ഇതാണ് എപ്പോഴും അവരുടെ
പ്രധാനപ്പെട്ട ചിന്തയുടെ ടാർഗറ്റായി മാറ്റുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രവാസികൾക്ക് ആ രാജ്യത്തിൻ്റെ പൗരന്മാരാകാൻ സാധിക്കുന്നുണ്ടോ, ആ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി അലിഞ്ഞു ചേരാൻ സാധിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് പലപ്പോഴും പ്രവാസത്തെക്കുറിച്ച്, മൈഗ്രേഷനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ കാര്യമായിട്ട് പഠിക്കാറ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇതേ സാധനം തന്നെ മറ്റു ഭാഗത്തു നിന്ന് നോക്കി കാണുകയാണെങ്കിൽ ഏലിയനേഷൻ. ഒരു പ്രവാസി മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ എത്രമാത്രം ഏകാന്തത അനുഭവിക്കുന്നു, എത്രമാത്രം കൾച്ചറൽ ഏലിയനേഷൻ അനുഭവിക്കുന്നു, കൾച്ചറൽ ഷോക്ക് അനുഭവിക്കുന്നു. ഈ ഒരു രീതിയിലാണ് മറ്റു പഠനങ്ങളും പോകാറുള്ളത്. ഇതിലൊരു മാറ്റം വരുന്നത് 1989 ശേഷമുള്ള ലോകക്രമം എന്ന് പറയുന്നതിലാണ്. 1989 പ്രത്യേകത, ആ വർഷത്തിലാണ് ബെർലിൻ മതിൽ തകർന്നത്, ബെർലിൻ മതിൽ പൊളിച്ചത്. അതിനുശേഷം യൂറോപ്പിൽ ഈസ്റ്റേൺ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന പോളണ്ട്, റൊമാനിയ, അങ്ങനെ ഈസ്റ്റ് ജർമ്മനി മുതൽ അങ്ങോട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഒന്നിനും പുറകെ ഒന്നായി അവിടത്തേക്ക് ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റിൻ്റെ രൂപം മാറുകയും അങ്ങനെ ഈ കോൾഡ് വാർ എന്ന് പറയുന്ന ആ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടം കഴിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ സ്ഥലത്തും മുതലാളിത്തം വിജയിച്ചു. ആയതിനാൽ തന്നെ പഴയ രീതിയിൽ നിന്നുള്ള മുതലാളിത്തത്തിൽ നിന്ന് മാറി പുതിയ രീതിയിലുള്ള ഒരു മുതലാളിത്തത്തിലേക്ക് നമ്മൾ പോയി. ഈ ഒരു പുതിയ രീതിയിലുള്ള മുതലാളിത്തത്തിനാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകത, ഇത് സ്റ്റേറ്റിലും ഉപരിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മനസ്സിലാക്കുന്ന, നമുക്ക് എന്തിനാണ് പൗരത്വം വേണ്ടത്? നമ്മൾ പൗരത്വം വേണ്ടത് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പൗരത്വം. വോട്ട് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനാണല്ലോ പൗരത്വം വരുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് ആ നാടിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കൽ. ഇതാണല്ലോ പൗരത്വത്തിൻ്റെ, അതായത് നമ്മൾ ശരിക്കും ഒരു ലിബറൽ സ്റ്റേറ്റിൽ, ആ സ്റ്റേറ്റിലെ മനുഷ്യന്മാരാണ് ആ സ്റ്റേറ്റിന് രൂപം കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ് എന്നിട്ട് ആ മനുഷ്യന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ബാധകമല്ലാത്ത ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ ബാധകമല്ലാത്ത ഇൻ്റർനാഷണൽ നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാജ്യത്തെ നിയമങ്ങൾ ബാധകമാവുന്ന സ്ഥലങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പൊതുവേ സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഫ്രീ ട്രേഡ് സോൺ എന്നൊക്കെ പറയൽ. ഈ സ്ഥലങ്ങൾ അതത് സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല. അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോൾ നമ്മളൊരു കുപ്പി വെള്ളം മേടിച്ചു, നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും പറ്റി, നമ്മളതിൻ്റെ ലേബൽ വായിക്കുമ്പോൾ അറിയാം നമ്മളിവിടെ കോഴിക്കോട്ടിലാണ്. അവർ പറയും ഞങ്ങളെക്കുറിച്ചുള്ള ഏത് പരാതികളും ഡൽഹിയിലെ ഒരു പ്രത്യേക കോടതിയിലെ സ്വീകരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പൗരന്മാരായിട്ട് എന്താണ് അർത്ഥം? ഇത് എന്ന് വെച്ചാൽ പൗരത്വം എന്ന് നമ്മൾ ആഗോളവൽക്കരണത്തിന് മുമ്പ് മനസ്സിലാക്കിയിരുന്ന പൗരത്വത്തിൻ്റെ പല ഫങ്ഷൻസും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു വശമാണ്, ഇന്ന് പണ്ടത്തെ പോലെയല്ല, ആൾക്കാർ വളരെ അധികം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു, ജോലിക്ക് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. പുറത്തുനിന്ന് വരുന്ന വളരെ ചീപ്പായിട്ടുള്ള ഒരു ലേബർ ഫോഴ്സിനെ ആശ്രയിച്ചാണ് പല രാജ്യങ്ങളുടെയും ഇക്കോണമി വർക്ക് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് അറിയാത്ത പല രീതിയിലുള്ള കണക്ഷൻസ്, എന്ന് വെച്ചാൽ മലയാളികൾ പോയി ആഫ്രിക്കയിൽ പോയി, കൊങ്കോയിൽ പോയി സ്വർണം കൊണ്ടുവരുന്നു, ദുബായിലേക്ക് കൊണ്ടുവരുന്നു, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇതൊക്കെ നമ്മൾ പൊതുവേ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ പെപ്സിയും കൊക്കോകോളയും മാത്രമല്ല. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ്. എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്നു. ആഗോളവൽക്കരണം, നമ്മൾ പലപ്പോഴും ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്
ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ആഗോളവൽക്കരണം മാത്രമാണ്. പക്ഷെ മനുഷ്യന്മാരുടെ ഒരു ആഗോളവൽക്കരണം നടക്കുന്നുണ്ട്, ലേബറിൻ്റെ ഒരു ആഗോളവൽക്കരണം നടക്കുന്നുണ്ട്. നമ്മൾ ഗൾഫിലേക്ക് ഞാൻ വരുന്നില്ല. നമ്മൾ യൂറോപ്പിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാശൊന്നുമല്ല. നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചീപ്പായിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ജോലികൾ ഇങ്ങോട്ട് വരുന്നു, ബാംഗ്ലൂരിലേക്ക് വരുന്നു. ഇതെല്ലാം ആഗോളവൽക്കരണമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പലപ്പോഴും ഈ ഏലിയനേഷൻ, അസിമിലേഷൻ, സിറ്റിസൺഷിപ്പ് എന്നതിന് പുറമെ നമുക്ക് ചിന്തിക്കാൻ കഴിയാറുണ്ട്. എന്നാൽ ഗൾഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമേ ഒരു ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ആഗോളവൽക്കരണം അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ അവസാനം മുതലേ നമ്മൾ ആഗോളവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ. പക്ഷേ 40കൾ മുതൽ തന്നെ, അതായത് എണ്ണ കണ്ടെത്തുന്നത് മുതൽ തന്നെ ഗൾഫിലെ എണ്ണ പാടങ്ങൾ നിയന്ത്രിക്കുന്നത് ബ്രിട്ടനിലെയും അമേരിക്കയിലെയും കമ്പനികളാണ്. ഇന്ന് നമ്മൾ ഗൾഫിൻ്റേതെന്ന് മനസ്സിലാക്കുന്ന പല നിയമങ്ങളും ശരിക്കും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും കൊണ്ടുവന്ന നിയമങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിചാരിക്കും അറബികളെല്ലാം ഭയങ്കര പൈസക്കാരാണ്, നമ്മളാണ് അവിടുത്തെ പണിക്കാരെന്ന്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി പൊതുവെ. പക്ഷേ എണ്ണ കണ്ടെത്തിയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. എണ്ണ കണ്ടെത്തിയ കാലത്ത് അതത് നാട്ടുകാർ തന്നെയായിരുന്നു ഈ എണ്ണപ്പാടങ്ങളിൽ പണിയെടുത്തിരുന്ന ആൾക്കാർ. പിന്നെ അതുകൂടാതെ ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ സിറ്റീസ് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞ നോവലിൽ 80-ൽ മറ്റേ ഇറങ്ങിയ നോവലാണ്, ഒരു സൗദി നോവലിസ്റ്റ് എഴുതിയാണ്. അതിൽ ആ എണ്ണ വരുന്ന കാലത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അന്ന് ഇതേപോലെ ഈ ബദുക്കളെയാണ് അവരുടെ സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ച് അവർക്ക് വീടില്ലാതാക്കിയിട്ട് അവരെയാണ് ഈ എണ്ണപ്പാടത്ത് പണിയെടുക്കാൻ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു അറബ് രാഷ്ട്രമല്ല അന്നുള്ളത്. ആ കാലത്ത് 50കളിലും 60കളിലും തദ്ദേശീയരായിട്ടുള്ള അറബികളും അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്ന് വന്നവരും സിറിയയിൽ നിന്ന് വന്നവരുമായിട്ടുള്ള ജോലിക്കാരൊക്കെ 50കളിലും 60കളിലും പല സന്ദർഭങ്ങളിലായിട്ട് എണ്ണപ്പാടങ്ങളിൽ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷ് അമേരിക്കൻ കമ്പനികൾ കോട്ട എന്നുള്ളൊരു ഒരു ചിന്ത കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ഇനി മുതൽ നമുക്ക് അറബികളെ ജോലിക്ക് വെക്കണ്ട, പകരം ഈ നാട്ടിൽപ്പെടാത്ത ദൂരദേശത്തു നിന്നുള്ളവരെ കോട്ടയായിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരെ, സുഡാനിൽ നിന്ന് കുറച്ച് പേരെ, സോമാലിയയിൽ നിന്ന് കുറച്ച് പേരെ, ശ്രീലങ്കയിൽ നിന്ന് കുറച്ച് പേരെ, ഫിലിപ്പീൻസിൽ നിന്ന് കുറച്ച് പേരെ. ഇത് ശരിക്കും സമരം തകർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കമ്പനികൾ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നത് അത് ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ നിയമമാണെന്നാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ല. അതുമാത്രമല്ല, അവർ ആ കാലഘട്ടത്തിൽ ആ ഒരു പ്രദേശത്ത് പല രീതിയിലുള്ള റെജീം ചേഞ്ചസ്, പല രീതിയിലുള്ള പുതിയ ഗവൺമെൻറ്റുകളൊക്കെ കൊണ്ടുവന്നു. ഈ നിയമങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു. ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിലുണ്ടായ ഗൾഫ് പ്രതിഭാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസം നിലനിൽക്കുന്നത് തന്നെ ഈ അസിമിലേഷൻ സിറ്റിസൺഷിപ്പ് എന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്താ പ്രക്രിയയിലാണ്. എന്ന് വെച്ചാൽ അറബികൾ ഒരിക്കലും നമ്മൾ അറബികളാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അറബ് വേഷം ധരിക്കുന്നതിനെതിരെ നമ്മൾ അറബികളല്ലാത്തവർ അറബ് വേഷം ധരിക്കുന്നതിനെതിരെ ആക്ഷൻ ഉണ്ടാവാറുണ്ട്, നിയമം ഉണ്ടാവാറുണ്ട്. 3 മാസം മുമ്പ് വരെ അറബ് വേഷം അറബികളല്ലാത്തവർ ധരിക്കുന്നത് വിലക്കിക്കൊണ്ട് ദുബായിലോ മറ്റോ, കാരണം നമ്മുടെ ഈ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ലേ, അപ്പോൾ അത് വിലക്കിക്കൊണ്ട് 3 മാസം മുമ്പ് വരെ അത്തരം ഡയറക്റ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. അറബികൾ ഒരിക്കലും ഓക്കെ, ഈ വിദേശികളൊക്കെ ഇവിടെ വന്നു നമ്മുടെ പൈസ എടുക്കുന്നു, ഇവരെന്തുകൊണ്ട് നമ്മുടെ ഭാഷ സംസാരിക്കുന്നില്ല, ഇവരെന്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്നില്ല എന്ന് വിചാരിക്കുന്നില്ല. കാരണം ഈ സിറ്റിസൺഷിപ്പ് എന്നുള്ളത് അതാണ്, ഈ ഒരു സ്ഥലത്ത്
പണിയെടുക്കുന്നതിൻ്റെ നാച്ചുറൽ പ്രോഗ്രഷൻ ആ നാട്ടിലെ പൗരത്വം ലഭിക്കുക എന്നുള്ളത് ഒരു പാശ്ചാത്യ ഒരു 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ, അതും എന്ന് വെച്ചാൽ ഇപ്പോൾ തുടക്കം മുതലേ വോട്ട് ഉണ്ടായിരുന്നത് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു. കാരണം എന്താ വെച്ചാൽ പ്രോപ്പർട്ടിയും വോട്ടിംഗ് റൈറ്റും തമ്മിൽ അല്ലെങ്കിൽ പൗരത്വവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതങ്ങനെയാണ് നമ്മൾ പാശ്ചാത്യ രീതിയിൽ അങ്ങനെയാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അത് നമ്മൾ പിന്നെ എല്ലാവർക്കും യൂണിവേഴ്സൽ സഫ്രേജ്, എല്ലാവർക്കും വോട്ടവകാശം തന്നെ ആക്കിയെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഈ ദേശത്തിൻ്റെ ഇക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ ഒരു ബന്ധം അറബ് രാജ്യങ്ങളിൽ ആദ്യമേ നിലനിൽക്കുന്നില്ല. പൗരത്വം എന്നുള്ളത് സർക്കാരിനെ നിയന്ത്രിക്കാനോ തീരുമാനിക്കാനോ ഉള്ള അവകാശമാണ് എന്നുള്ളൊരു സങ്കല്പം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇല്ല. ഇതൊന്നും കൂടാതെ തന്നെ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഗൾഫിൽ പോയ ആൾക്കാർക്ക് സ്ഥിരമായി അവിടെ സെറ്റിൽ ചെയ്യാനുള്ള അതിനുള്ള ഒരു പ്രക്രിയ നിലനിൽക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്യുന്നില്ല എന്നല്ല. ആൾക്കാർ അവിടെ പോകുന്നു, ജീവിക്കുന്നു, മരിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ 1989 ശേഷമുള്ള ആഗോളവൽക്കരണത്തിൻ്റെ ആ ഒരു കണ്ടീഷൻസ് 1970 മുതൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയിരുന്ന ആൾക്കാർ സംബന്ധിച്ചിടത്തോളം അവർ ഗൾഫിലേക്ക് പോകുന്നത് പൗരത്വം ഉദ്ദേശിച്ചാണോ എന്നുള്ളതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഈ പ്രവാസികളുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു ആവശ്യം, അങ്ങനെ ഒരു ഇമാജിനേഷൻ നിലനിന്നിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ പൊതുവെ നമ്മൾ പ്രവാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ പൗരത്വത്തെക്കുറിച്ച് സംസാരിക്കുക, ഉടനെ ഏലിയനേഷനെ കുറിച്ച് സംസാരിക്കുക, അസിമിലേഷനെ കുറിച്ച് സംസാരിക്കുക, ഈ ഒരു രീതി പൊതുവെ നമ്മുടെ ഗൾഫ് പ്രവാസത്തെ പൂർണ്ണമായും ഇൻവിസിബിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എപ്പിസ്റ്റമോളജിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രവാസത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന പാരഡൈം വളരെ പാശ്ചാത്യ യൂറോ കേന്ദ്രീകൃതമാണ്. അതുവഴി നോക്കുമ്പോൾ ഗൾഫ് എപ്പോഴും ഇല്ലായ്മകളുടെ ഒരു സ്ഥലം മാത്രമാണ്. അത് വെച്ച് നോക്കുമ്പോഴാണ് ഗൾഫ് എപ്പോഴും എല്ലാം നഷ്ടപ്പെടുന്ന സ്ഥലമായിട്ടും കണ്ണീരിൻ്റെ സ്ഥലമായിട്ടും ഒന്നും തിരിച്ചെടുക്കാനില്ലാത്ത സ്ഥലമായിട്ടും ഒക്കെ മാറുന്നത്. എന്നാൽ നമ്മുടെ തന്നെ സമൂഹം, സമുദായം, പ്രദേശം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടായിട്ടുള്ളത് ഗൾഫിൽ നിന്നാണ്. നമ്മുടെ ജീവിതം വളരെ വിപ്ലവകരമായ രീതിയിൽ മാറി മറിഞ്ഞിട്ടുള്ളത് ഗൾഫ് കൊണ്ടാണ്. ഇതിനെ നഷ്ടം എന്നതിൽ നിന്ന് മാറ്റി ലാഭം എന്ന രീതിയിൽ പഠിക്കാൻ ആർക്കും കഴിയാറില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാസം എന്നുള്ളത് എപ്പോഴും നഷ്ടം മാത്രമാണ്. ഇതൊരു പ്രത്യേക ഐഡിയോളജീൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ്, നമ്മുടെ അയൽപക്ക രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? പറയൂ. കേൾക്കുന്നില്ല, കുറച്ച് പറയുക. ശ്രീലങ്ക, ബംഗ്ലാദേശ്, ചൈന, നേപ്പാള്, മ്യാൻമാർ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. പക്ഷെ നമ്മളൊരിക്കലും ഒമാനോ യമനോ ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ ഇതൊന്നും നമ്മളെ അയൽക്കാരായിട്ട് കൂട്ടാറില്ല, ഇല്ലല്ലോ. പക്ഷെ അവരൊക്കെ നമ്മുടെ അയൽവാസികളാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ അന്തമാൻ നിക്കോബാർ ഇന്ത്യൻ്റെ ഭാഗമാണല്ലോ. ഈ അന്തമാൻ നിക്കോബാറിൻ്റെ അടുത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ. പക്ഷെ അതെങ്ങനെയാണ് ഈ ലക്ഷദ്വീപ് എങ്ങനെയാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ അന്തമാൻ എങ്ങനെയാണ് നമ്മൾ മറന്നു പോകുന്നത്? നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാറില്ല. അതന്നെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ കണ്ട് പുറത്തിറങ്ങിയ വില്യം ഡാൽറിംബിളിൻ്റെ പുതിയ പുസ്തകം ഉണ്ടല്ലോ, ദ ഗോൾഡൻ റോഡ്.
അതിൽ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഉജ്ജയിനിലേക്ക് ഒരാൾ കരമാർഗം സഞ്ചരിക്കുമ്പോൾ അവിടെ എത്തുന്ന സമയമുണ്ടല്ലോ, എത്താൻ പിടിക്കുന്ന സമയമുണ്ടല്ലോ, അതിനേക്കാളും എത്രയോ എളുപ്പം നമുക്ക് ഇവിടുന്ന് ഇന്തോനേഷ്യയിലേക്കും ഇവിടുന്ന് യമനിലേക്കും പോകാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അങ്ങനെയാണ് ആൾക്കാർ യാത്ര ചെയ്തിരുന്നത്. നമുക്ക് കരമാർഗം ആണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ അതൊരു മിസ്കോൺസെപ്ഷനാണ്. കടലൊരിക്കലും ഒരു ബാരിയർ അല്ല. കടൽ ശരിക്കും യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു മീഡിയമാണ്. അങ്ങനെയാണ് അതിനെ ആൾക്കാർ കണ്ടിരുന്നതും. പക്ഷേ ഇതാണ് 18-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ദേശരാഷ്ട്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെപ്പോഴും ലാൻഡ് ബേസ്ഡ് ആണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ കടലിനെ കാണുന്നത് ബോർഡറായിട്ടാണ്. കടലിനെ നമ്മളൊരു ചാനലായിട്ട് കാണുന്നില്ല, ഒരു ബോർഡറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലാവോസും കംബോഡിയയും ഒന്നും നമ്മുടെ അയൽക്കാരെല്ലാം തോന്നുന്നത്. പക്ഷേ ലാവോസും കംബോഡിയ, തായ്ലൻഡ് ഇദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൽ പറഞ്ഞു, അതായത് ഇന്ത്യയുടെ ലോകത്തുള്ള ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇന്തോനേഷ്യയിലാണ്. ഏറ്റവും വലിയ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ആങ്കോർ വാട്ടാണ്. ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ആങ്കോർ വാട്ടാണ്. ഇതൊന്നും ഇന്ത്യയിലല്ല. എന്ന് മാത്രമല്ല, ഇതെല്ലാം കടൽ വഴി പോയ ആൾക്കാർ പടുത്തുയർത്തിയതാണ്. ഇതൊന്നും കരവഴി പോയ ആൾക്കാർ പടുത്തുയർത്തിയതല്ല. എന്ന് വെച്ചാൽ നമ്മൾ വളരെ ലാൻഡ് ബേസ്ഡ് ആയിട്ട് ആലോചിക്കുമ്പോഴാണ് പ്രവാസം എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു വേദനയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവാസത്തെക്കുറിച്ച് എഴുതുന്ന ആൾക്കാർക്കൊക്കെ കണ്ണീരിനെ കുറിച്ച് എഴുതാൻ സമയമുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാ ചിരികൾക്കും കാരണം ഗൾഫാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സൗകര്യങ്ങൾക്കും കാരണം ഗൾഫാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് എഴുതാൻ നമുക്ക് ഭാഷയില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭാഷ 18-ാം നൂറ്റാണ്ടിലെ ദേശീയതയുടെ ഭാഷയാണ്. അത് ലാൻഡ് ബേസ്ഡ് ആണ്, അത് ക്ലൈമറ്റ് ബേസ്ഡ് ആണ്. മഴ കണ്ടില്ലെങ്കിൽ നമ്മുടെ മലയാളിത്വം ചോർന്നു പോകും. ആ ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നാണ് നമ്മുടെ പ്രവാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വരുന്നത്. അത് ഒരു രീതിയിൽ അത് നമ്മുടെ പാരഡൈം, അക്കാഡമിക് പാരഡൈമിൻ്റെ ഒരു പ്രശ്നം. മറ്റൊരു രീതിയിൽ ഇവിടെ നടക്കുന്ന ഗൾഫിനെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം വീട്ടിൽ എത്ര TV ഉണ്ട്, എത്ര AC ഉണ്ട്, എത്ര ഫ്രിഡ്ജ് ഉണ്ട് എന്ന രീതിയിലാണ്. പക്ഷേ ഇവർക്ക് പ്രവാസം കൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവാസം എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡാണ്. ഈ ഹൗസ് ഹോൾഡ് ബേസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്കറിയാം പണ്ടൊക്കെ ഗൾഫുകാർ വരുമ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും സാധനങ്ങളുണ്ട്. സിഗരറ്റ്, ചെരുപ്പ്, തുണി, ലുങ്കി, ഇതെല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽ കൺസംഷൻ ആയിട്ടാണ് ഈ ഒരു ഡാറ്റ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്. കാരണം അങ്ങനെ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഗൾഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസ്യൂമറിസം. നമ്മുടെ സംസ്കാരം എങ്ങനെ മാറി മറിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പുതിയ ഒരു രീതിയിലുള്ള ഒരു ആധുനികത എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിൽ ഗൾഫാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇവർ ഈ നോക്കുന്നത് TV എത്ര, ഫ്രിഡ്ജ് എത്ര എന്നൊക്കെ ഉള്ളത് ഒരു പ്രൈവറ്റ് കൺസംഷൻ എന്നുള്ള ആ ഒരു രീതിയിലാണ് പഠനം നടക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെ നമുക്ക് ഒരു TV കാണുമ്പോൾ ആ TV നമുക്ക് യോജിച്ചൊരു സംഭവമാണ് എന്നൊരു തോന്നൽ കൂടി വേണ്ടേ? അല്ലെങ്കിൽ ഈ ഫ്രിഡ്ജ് ഓക്കെ, ഈ ഫ്രിഡ്ജൊക്കെ എന്തിനാണ് ഇവിടെ, ഇതൊന്നും പാടില്ല എന്ന് പറയുന്നതിൻ്റെ പകരം ഇതൊരു നല്ല സംഭവമാണ്, ഇത് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റുന്നൊരു സംഭവമാണ് എന്ന് തോന്നിക്കുന്ന ഒരു സാംസ്കാരിക മാറ്റം കൂടി വരണമല്ലോ. ആ സാംസ്കാരിക മാറ്റം പഠിക്കാനുള്ള തരത്തിലുള്ള യാതൊരു മെത്തഡും ഇവരുടെ കയ്യിലില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ റീഡിങ് വളരെ പരിമിതമായിരിക്കാം. ഈ രീതിയിലുള്ള പഠനങ്ങൾ, ഒന്ന് ഈ സിറ്റിസൺഷിപ്പാണ് പ്രവാസിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ളൊരു വെസ്റ്റേൺ പഠനവും, മറ്റൊന്ന് പ്രവാസം എന്നുള്ള വെറും വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കൺസംഷൻ്റെ ഒരു കണക്കാണ്.
എന്നുള്ള രീതിയിലുള്ള പ്രവാസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും അപ്പുറം ഗൾഫ് എന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഫാസിനേഷൻ, നമുക്ക് ആ ഗൾഫിനോടുള്ള ഒരു എന്താ പറയുക അതൃപ്തി, അത് അല്ല മറ്റേ മലയാളത്തിലുള്ള അതിർത്തില്ല, നമ്മൾ നാട്ടിൽ ഈ അതിർപ്പം എന്ന് പറയില്ല, അതിർപ്പമാണ്, അതിർപ്പം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സാധനം എന്താണെന്നുള്ളത് പഠിക്കണമെങ്കിൽ അതിന് ഈ സംഭവങ്ങളൊന്നും പോരാ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഈ ഗൾഫ് പ്രവാസികളെ നമ്മൾ കുറേ വിക്ടിംസായി പഠിക്കാതെ അവർ ഈ നാടിൻ്റെ ചാലക ശക്തികളായിട്ട് എങ്ങനെ പഠിക്കാം, അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ശരിക്കും ഗൾഫിനെ കുറിച്ച് കേട്ട കഥകൾ എന്താണ്? നമ്മൾ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ അവിടെ പോകുന്നു, നല്ലൊരു അറബി, അയാൾ പൈസക്കാരനാകുന്നു, ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ അതായത് നിധി കിട്ടുന്നത് പോലെ ഗൾഫിൽ എല്ലാം പെട്ടെന്ന് കണ്ടെത്തിയ ആൾക്കാരുടെ കഥകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പറയും അവിടുന്ന് അറബി കനിഞ്ഞ് നൽകി, അല്ലെങ്കിൽ അറബിയുടെ ഭയങ്കര വിശ്വാസ്യത പറ്റിപ്പിടിച്ചു, അങ്ങനെയൊക്കെയുള്ള പല പല കഥകളുണ്ടല്ലോ. ഈ കഥകളും അക്കാഡമിക് ലിറ്ററേച്ചറിലുള്ള ഗൾഫും തമ്മിൽ ഇത് യാതൊരു വിധത്തിലുള്ള ചേർച്ചയുമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് പ്രവാസികളെ കുറിച്ച് എഴുതുന്ന ആൾക്കാർ, അതായത് ആ എഴുതുന്ന രീതി ഉണ്ടല്ലോ, അതും നമ്മുടെ നാട്ടിൽ സാധാരണ മനുഷ്യന്മാർക്കിടയിലുള്ള ഗൾഫ് കഥകളും തമ്മിൽ ഭയങ്കര പൊരുത്തക്കേടുകളുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇമാതിരി കഥകൾക്ക് എവിടെയും ഇത് നമ്മൾ കേൾക്കുകയുള്ളൂ, ഇതൊന്നും നമ്മൾ എഴുതി കാണില്ല. എഴുതുന്ന രീതിയിലുള്ള കഥകളൊക്കെ നഷ്ടപ്പെടലും കഷ്ടപ്പെടലും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഒരു ഗൾഫ് ഉണ്ടല്ലോ, ആ ഗൾഫിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ റൂമർ എന്നുള്ള ആ ഒരു പാരഡൈം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം. ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 1980-ലോ 81-ലോ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയുണ്ടായി. അത് MT എഴുതിയതാണ്. അത് ഗൾഫ് ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് അപ്പോഴാണ്. അപ്പോൾ ആ കാലത്തെ ഒരു പോസ്റ്ററൊക്കെ നെറ്റിലുണ്ട്, ഗൾഫ് കാണാൻ ഒരു സുവർണ അവസരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സിനിമയുടെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നത്. കാരണം അതിൽ ദുബായ് ഉണ്ട്, ദുബായിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സുകുമാരനാണ് നായകൻ. ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കായിട്ട് ആൾക്കാർ ജീവിതം തേടി പോയിരുന്നു. ആദ്യം അത് സിലോൺ ആയിരുന്നു, പിന്നീട് മലായ. പിന്നെ കഴിഞ്ഞ ദശകത്തിൻ്റെ തുടക്കത്തിലായി പടിഞ്ഞാറൻ തീരങ്ങളിൽ എന്തു തന്നെ വിറ്റിപ്പെറുക്കിയിട്ടാണെങ്കിലും എത്തിപ്പെട്ടാൽ രക്ഷപ്പെടുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് പടിഞ്ഞാറൻ തീരങ്ങളിൽ കഥകൾ പരക്കുകയുണ്ടായി എന്നാണ്. ഇവിടെയാണ് ഞാൻ ആ ഗൾഫ് എന്നുള്ള ഇത് കാണുന്നത്. കാരണം ഇത് നമുക്ക് ഗൾഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളാണ്, ഒരുപാട് കഥകൾ പരന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഗൾഫ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കഥകൾ പരക്കുമ്പോൾ ഈ കഥകളിനെയാണ് ഞാൻ റൂമർ എന്ന് പറയുന്നത്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, പല രീതിയിലുള്ള കഥകളുണ്ട്. അവിടെ പോയി പെട്ടുപോയ ആൾക്കാരുടെ കഥകളുണ്ട്, അവിടെ പോയി നിധി കിട്ടിയ ആൾക്കാരുടെ കഥകളുണ്ട്. ഇതിനൊന്നും ഒരു സത്യത്തിൻ്റെ സ്റ്റാറ്റസ് ഇല്ല, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആരാ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഇത് കേൾക്കുന്ന ആൾക്ക് ഇതിന് ശരിക്കും നമ്മൾ പത്രത്തിൽ വായിക്കുന്നതിനേക്കാളും ഫോഴ്സ് ഉണ്ട് പലപ്പോഴും റൂമറിന്. കാരണം നമുക്ക് വിശ്വാസമുള്ള ഒരാൾ നമ്മളോട് പറയുന്നു ഇതൊന്നും അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഈ റൂമർ പലപ്പോഴും പ്രചരിക്കുന്നത്. അപ്പോൾ ഈ റൂമറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ അത് പബ്ലിക്ലി ലെജിബിൾ അല്ല. നമ്മൾക്ക് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് എഴുതാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇത് ആര് പറഞ്ഞു, ഇതൊന്നും ഏജൻ്റ് ഇല്ലാത്ത ക്രിയകളാണ്, മറ്റേ സബ്ജക്റ്റ് ഇല്ലാത്ത വെർബുകളാണ് പലപ്പോഴും റൂമർ എന്ന് പറയുന്നത്. ആര് പറഞ്ഞു എന്നൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ റൂമർ ശരിക്കും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഒരു അടയാളമാണ്. കാരണം നെറ്റ്വർക്ക് ഇല്ലാതെ റൂമറില്ല.
നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഗൾഫ് പ്രവാസം നെറ്റ്വർക്ക് വഴിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരാൾ പോകുന്നു, അയാളുടെ കുടുംബക്കാരെയും അയൽവക്കക്കാരെയൊക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ്, ഒരു കിൻഷിപ്പ് നെറ്റ്വർക്ക് വഴിയാണ് നമ്മുടെ നാട്ടിൽ ഗൾഫ് മൈഗ്രേഷൻ ഇത്രയും വലിയൊരു, അതൊരു ഇൻഡിവിജ്വൽ മൈഗ്രേഷൻ അല്ല. അപ്പോൾ അപ്പോൾ ഈ ഇൻഡിവിജ്വൽ അസിമിലേഷൻ, ഏലിയനേഷൻ എന്നുള്ള പാരഡൈം ശരിക്കും ഈ നെറ്റ്വർക്ക് മൈഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഈ ഗൾഫുകാർ നമ്മുടെ നാട്ടിൽ വന്നുണ്ടാക്കുന്ന ആ ഒരു പ്രതീതി ഉണ്ടല്ലോ, അതും ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. കാരണം അവർ സാധനങ്ങൾ കൊടുക്കുന്നു, സാധനം കിട്ടിയ ആൾക്കാർ വേറെ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. ആ ഒരു നെറ്റ്വർക്ക് പഠിക്കാനും റൂമർ എന്നുള്ള പാരഡൈം അത് നമ്മളെ സഹായിക്കും. പക്ഷെ അതേസമയം റൂമർ എന്നുള്ളത് ഒരുപാട്, അതായത് വളരെ ചുരുക്കം പേരാണെങ്കിലും വളരെ കാര്യപ്പെട്ട ചില ചിന്തകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഫീൽഡാണ് റൂമർ എന്നുള്ളത്. ഇതിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു വധത്തിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് ഉണ്ടായിട്ടുള്ള റൂമറുകളെ കുറിച്ചിട്ട് വീണാദാസിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ അവർ റൂമർ പഠിക്കുക വഴി അവർ കാണിക്കുന്നത്, അതായത് ഈ സ്റ്റേറ്റ് എന്നുള്ളത് വെറും ഒരു, അതായത് പലപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചതോടുകൂടി ഇന്ത്യ തകർന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പല പല ടൈപ്പ് റൂമറുകളൊക്കെ പടർന്നിരുന്നു. ഒത്തോറിറ്റേറ്റീവായിട്ടുള്ള സോഴ്സസിനെ നമുക്ക് വിശ്വാസമില്ലാത്തൊരു കാലത്ത് കൂടിയാണ് ഈ റൂമറിന് വളരെ ചലനം ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, രാജീവ് ഗാന്ധി മറ്റെവിടെയോ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് എളുപ്പം ഡൽഹിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധിന് എന്തോ സംശയം തോന്നി, എന്തോ പ്രശ്നമുണ്ടെന്ന് സംശയം തോന്നിയപ്പോൾ പറഞ്ഞ് കേൾക്കുന്നതാണ്, രാജീവ് ഗാന്ധി തന്നെ ആദ്യം ഇട്ടത് BBC റേഡിയോ ആണെന്നാണ്. കാരണം എന്താ വെച്ചാൽ സ്വന്തം നാട്ടിലെ റേഡിയോ കേട്ടിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ല എന്ന് മൂപ്പർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തോടു കൂടിയാണ് ഈ റൂമറിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. മറ്റൊന്ന്, സ്റ്റേറ്റ് തന്നെ ഈ റൂമറിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ്. സ്പെയിനിൽ അവിടുത്തെ ഫ്രാങ്കോവിൻ്റെ ഭരണകാലത്ത് പലപ്പോഴും സ്റ്റേറ്റിന് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ സ്റ്റേറ്റ് എത്തിപ്പെടുന്നതിന് പകരം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റിനെ കുറിച്ചുള്ള റൂമറുകൾ പടർത്തുക എന്നുള്ളതാണ്. ആ റൂമർ മതി ആൾക്കാരെ പേടിപ്പിച്ച് നിർത്താൻ. എന്ന് വെച്ചാൽ ഇതിൽ വളരെ, അന്ന് സ്പെയിനിലുണ്ടായിരുന്ന പല വിപ്ലവകാരികളും ഒളിവിൽ പോയി. അപ്പോൾ ഇവർ ഈ ഒളിവിൽ നിന്ന് പിടിക്കാനുള്ള സാഹചര്യമൊന്നും സ്പാനിഷ് ഗവൺമെൻറ്റിനൊന്നും ഇല്ല. പക്ഷേ ഇവരെ എപ്പോഴും പേടിപ്പിച്ച് നിർത്തുന്നത് ആൾക്കാരിൽ ഈ റൂമർ പടർത്തുന്ന വഴിയാണ്. ഇങ്ങനെ സംഭവിച്ചത്രേ, അങ്ങനെ സംഭവിച്ചത്രേ. അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വിപ്ലവകാരികൾ സ്വന്തം മക്കൾക്ക് പോലും വിപ്ലവം ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ പുറത്തു പോയിട്ട് എന്താ പറയാമെന്ന് അറിയില്ല, ആരാണ് ഇൻഫോർമർ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു തലമുറ വിപ്ലവകാരികൾ ഇല്ലാതായി എന്നാണ്. പക്ഷേ ശരിക്കും സ്റ്റേറ്റ് നേരിട്ട് വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. സ്റ്റേറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അത് നടക്കില്ല. ഈ റൂമറിന് അങ്ങനെ ഒരു കഴിവ് കൂടിയുണ്ട്. ഇത് ശരിക്കും റൊമാനിയയിലെ, അത് BBC-യിൽ ഈ റൊമാനിയയിലെ ചെഷസ്ക്യൂ കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു ഡോക്യുമെൻ്ററി, BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. നല്ല രസമുള്ള ഡോക്യുമെൻ്ററിയാണ്. എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത്, അതായത് ആ റൊമേനിയയുടെ അവസാനത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും പത്രത്തിൽ ഇങ്ങനെ വരും, ഇന്നയാളെ കാണാതായി, ഡിസപ്പിയേർഡ് ആൾക്കാരെ കുറിച്ചിട്ട് പല പല വാർത്തകൾ വരും. എന്നാൽ ഇവർ ഈ പോയി കാണുന്ന ഒരാൾക്ക് പോലും ഡിസപ്പിയേർഡ് ആയിട്ടുള്ള ആരെയും അറിയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഡിസപ്പിയേർഡ് ന്യൂസ് മൊത്തം സ്റ്റേറ്റ് തന്നെ ഇറക്കുന്ന ഫേക്ക് ന്യൂസാണ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് സ്റ്റേറ്റിൻ്റെ ഭയങ്കര റിപ്രഷൻ ഉണ്ട്. അപ്പോൾ ആരാണ് അപ്രത്യക്ഷമായെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അപ്രത്യക്ഷപ്പെടിപ്പിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആരൊക്കെയോ അപ്രതീക്ഷ ആവുന്നുണ്ട്. ഇത് ശരിക്കും ഇതാണ് നോണ. എന്ന് വെച്ചാൽ ഈ ഒരു ന്യൂസ് വഴി ആൾക്കാരെ പേടിപ്പിച്ച് നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഇതാണ് എന്നിട്ട് ആൾക്കാർക്ക് വലിയ പ്രക്ഷോഭമൊക്കെ ആയിട്ട് മാറുന്നത്. പക്ഷെ അവസാനം ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ആരും ഇല്ല, സ്റ്റേറ്റ് തന്നെ ഇറക്കുന്ന ഫേക്ക് ന്യൂസുകൾ. അപ്പോൾ റൂമറിന് രണ്ട് രീതിയിലുള്ള, ഒന്ന് അതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയമാണ്. എന്നാൽ അത് പോപ്പുലർ ആയിട്ടുള്ള മീഡിയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റേറ്റിന് അത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന
ഒരു സംഭവം കൂടിയാണ്. ഒന്നാം ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ മലയാളി പ്രവാസികളൊക്കെ ഫോണിലുടനീളം പലപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലിനൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ഈ മമ്മൂട്ടിയും മോഹൻലാൽ എന്നുള്ളത് മലയാളികൾക്കറിയാം അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ഇതാണ് അത് ഭയങ്കര അത് കേൾക്കുന്നവനക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ എല്ലാത്തതിന് അതാണ് റൂമറിൻ്റെ ഒരു ക്വാളിറ്റി. ഇതിൽ ഒന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാൻ കാരണം നമ്മൾ പറയുന്നതൊക്കെ ആരോ കേൾക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ അങ്ങനെ ആരോ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ആ റൂമറിന് തന്നെ ഒരു പ്രത്യേക സ്വഭാവം കൈക്കൊള്ളുന്നു. അപ്പോൾ ഇത് രണ്ടും റൂമറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ റൂമർ എന്നുള്ള പാരഡൈം, ഒന്നാമത്തത് ഈ ഗൾഫ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന വലിയ വീടുകളോ ഫ്രിഡ്ജോ അത് മാത്രമല്ല, നമുക്ക് ഗൾഫിനെ കുറിച്ചുള്ള പല സങ്കല്പങ്ങളും കഥകളായിട്ടും ഫോട്ടോഗ്രാഫ്സ് ആയിട്ടും ഒക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ പടർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഡാറ്റയായിട്ട് കാണിക്കാൻ പറ്റാത്ത, എണ്ണവും സ്റ്റാറ്റിസ്റ്റിക്സും ഒന്നുമായിട്ട് കാണിക്കാൻ പറ്റാത്ത ഈ ഒരുപാട് കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പോൾ അത് സിനിമ നോക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫ്സ് നോക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു കാര്യം, പൗരത്വത്തിന് ഉപരി നമുക്ക് ഈ ഗൾഫ് എക്സ്പീരിയൻസിനെ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും ഗൾഫിനെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു കാലത്ത് പൈസക്കാർ ചെയ്യുന്ന കാര്യങ്ങളും പൈസ ഇല്ലാത്തവരും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ട്, വളരെ സ്റ്റാർക്കായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് വിചാരിക്കുന്ന, ഇപ്പോൾ നമ്മൾ മധ്യവർഗം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതിയും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും കീഴാള ജനങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. ഗൾഫ് ഇത് അട്ടിമറിച്ചു എന്നുള്ളതാണ്. ഇത് അട്ടിമറിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അത് വ്യക്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല. ഇതിലെ നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ശ്രീനിവാസൻ അറബി വേഷം കെട്ടി വരുന്ന ഇതുണ്ടല്ലോ, അക്കരെ നിന്നൊരു മാരനിൽ ശ്രീനിവാസൻ അറബി വേഷം വെട്ടി വന്നിട്ട് അറബി പറയാണ്, എന്താണ്, നിങ്ങളെ മരുമോൻ എന്നെ രക്ഷിച്ചു, ഇനി അവനക്കുള്ളതാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഉടനെ നെടുമുടി വീണ് പറയുന്നത്, അതായത് അമ്മാവൻ പറയുന്നത്, അവൻ എൻ്റെ ചോരയല്ലേ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക മൊബിലിറ്റി വായിക്കാൻ നമുക്ക് ചില പാരഡൈം ഉണ്ട്. അതിൽ ജാതി ഉണ്ട്, അതിൽ കുരുത്തം, ജാതി, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. ഇതുവഴിയാണ് നമ്മൾ ആൾക്കാരുടെ ഭാഗ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗൾഫ് വരുമ്പോൾ നമ്മൾ അതൊക്കെ തകർക്കപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വലിയ വഴിയൊന്നും ഇല്ലാതെ നടന്നിരുന്ന ഏതൊരു ചങ്ങായി ഈ അക്കരെ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഗൾഫ് പോയ പല ആൾക്കാരുണ്ട് ആ സിനിമയിൽ. മമ്മൂട്ടി ഉണ്ട്, മോഹൻലാലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ഭരത് ഗോപിയാണ്. അപ്പോൾ ഇവരൊക്കെ ഗൾഫ് പോകുന്നതിന് മുമ്പ് നാട്ടിൽ ഒരു വഴിയില്ലാതെ നടന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭയങ്കര പൈസക്കാരായിട്ട് വരുന്നു. ബൈക്ക് ഉണ്ട്, ഒരാൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാഗ് കയറ്റാൻ പോർട്ടറെ വിളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പാരഡൈം വെച്ചിട്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് കൂടിയിട്ടാണ് ഗൾഫ് പലപ്പോഴും ഒരു അശരീരി, ഒരു റൂമറായി മാറുന്നത്. അപ്പോൾ ഈ ഒരു റൂമറിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നമ്മുടെ പഠനത്തിൽ കൊണ്ടുവരിക എന്ന് വെച്ചാൽ, ഗൾഫിനെ കുറിച്ചിട്ട് ഇഷ്ടംപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല ഗൾഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതുണ്ടാക്കിയൊരു ഫാസിനേഷൻ, അതുണ്ടാക്കിയ ഒരു അതിർപ്പം, അത് ആ ഗൾഫുകാരൻ്റെ പെട്ടി തുറക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഗൾഫ് ഫോട്ടോ, ഇപ്പോൾ ഗൾഫ് ഒരു ഫോട്ടോഗ്രാഫ് നോക്കി, അപ്പോൾ ഗൾഫ് ഫോട്ടോയിൽ പലപ്പോഴും ഈ പ്രവാസികൾ സിനിമയിൽ പോസ് ചെയ്യുന്ന പോലെയൊക്കെ പോസ് ചെയ്യും. അത് പ്രവാസികൾ തന്നെ ഉണ്ടാക്കിയ ഫോട്ടോ ആണ്. ഈ പ്രവാസി സാഹിത്യം നോക്കുകയാണെങ്കിൽ ഇവർ ഫുൾ ടൈം കണ്ണീരും കഥയുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഗൾഫുകാർക്ക് ഇതിനൊക്കെ സമയം ഉണ്ടായിരുന്നു. അവർ പോയിട്ട് കോർണേഷൻ്റെ അവിടെ ഫോട്ടോ എടുക്കും, സിനിമാ നടന്മാരെ പോലെ അഭിനയിക്കും. ആ ഫോട്ടോ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ആ ഗൾഫിനെ കുറിച്ച് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു പ്രതീതിയുണ്ട്. ആ പ്രതീതി നമുക്ക് പ്രവാസി സാഹിത്യം വായിച്ചാലോ അതുപോലെ തന്നെ ഡാറ്റ നോക്കിയാലോ കാണാൻ പറ്റില്ല. ആ പ്രതീതിയാണ്
ശരിക്കും പലപ്പോഴും ആൾക്കാരെ ഗൾഫിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൾഫ് പ്രവാസം എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി കാണുന്നത് നാട് വിട്ടു പോകാനുള്ള സങ്കടമാണ്. നമ്മൾ മനസ്സിലാക്കാത്തത് നാട് വിട്ടുപോയാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പുതിയ ജീവിതത്തെ നമ്മൾ പലപ്പോഴും അവഗണിക്കാറാണ്. പലപ്പോഴും അവിടെ എത്തിപ്പെട്ടാൽ നമുക്കും ഇതുപോലൊരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത. പക്ഷെ ആ ചിന്ത സാഹിത്യം എപ്പോഴും ഭയങ്കര കണ്ണീരാണ് സാഹിത്യത്തിൽ. അത് കാരണം നമുക്ക് ഈ പാവപ്പെട്ടവരെ കുറിച്ച് എഴുതാൻ ഒരു രീതിയിൽ എഴുതാൻ അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം, അവരെപ്പോഴും ബുദ്ധിമുട്ടി നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ആലോചിച്ചിരിക്കണം. ഈ പാവപ്പെട്ടവർക്കും ചിരിക്കാം, ഫോട്ടോ എടുക്കാം, സന്തോഷിക്കാം, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാറില്ല. ആ ഒരു ചിന്ത നമ്മുടെ ഗൾഫ് പ്രവാസ പഠനങ്ങളെ വളരെ അധികം നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്.